ന്യൂസ് ഡെസ്ക് തുടരുകയാണ്. കപ്പലിൽ നിന്ന് കാണാതായ മകനെ കണ്ടെത്താൻ സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് ആലപ്പുഴ പുന്നപ്ര സ്വദേശി ബാബു. ഒഡീഷയിൽ നിന്ന് ചൈനയിലേക്ക് പോയ ചരക്ക് കപ്പലിലെ ട്രെയിനിയായ മകൻ വിഷ്ണുവിനെ യാത്രക്കിടെ കാണാതായത് ജൂലൈ 17-ആണ്. അതായത് ഇന്ന് ഒരു മാസം പിന്നിടുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും എങ്ങു നിന്നും ഉണ്ടായില്ല. ഒടുവിൽ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഈ കുടുംബം. ശരണ്യ സ്നേഹൻ അവിടെ ആ വീട്ടിലെത്തിയിരുന്നു, റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു. ശരണ്യ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഷിരൂരിൽ നിന്ന് കാണാതായ അർജുന് വേണ്ടി മലയാളികൾ ഒന്നടങ്കം കാത്തിരിക്കുകയാണ്. സർക്കാർ സംവിധാനങ്ങൾ പൂർണ്ണമായും അർജുന്റെ കുടുംബത്തോടൊപ്പം നിന്നു. എന്നാൽ സമാന സാഹചര്യത്തിൽ മകനെ നഷ്ടപ്പെട്ട ഒരു അച്ഛനും കുടുംബവും ആലപ്പുഴയിലുണ്ട്. നമ്മളോടൊപ്പം അവർ ചേരുകയാണ്. കഴിഞ്ഞ 17-ന് മലാക്ക സ്റ്റേറ്റിൽ വെച്ച് കാണാതായ കപ്പലിൽ നിന്ന് കാണാതായ വിഷ്ണുവിന്റെ അച്ഛൻ ബാബുവാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഈ കുടുംബം വലിയ വേദനയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സർക്കാർ സംവിധാനത്തിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായി കിട്ടേണ്ട ഒരു പരിഗണനയും അവർക്ക് കിട്ടിയില്ല എന്ന് അവർ കണ്ണീരോടെ നമ്മളോട് പറയുകയാണ്. ആ സാഹചര്യങ്ങളൊന്ന് കേൾക്കാം. ഒന്ന് വിശദീകരിക്കാമോ ആ സംഭവത്തെക്കുറിച്ച്? എൻ്റെ മകന് കപ്പലിൽ നിന്ന് കാണാതായിട്ട് ഇന്നേക്ക് 31 ദിവസമായി. ഒരു മാസം പിന്നിട്ടു. കഴിഞ്ഞ മാസം 17-ാം തീയതിയാണ് വൈകിട്ട് 9:45 വരെ എന്നെയും അമ്മയെയും അവൻ മാറി മാറി വിളിച്ചതിന് ശേഷമാണ് അവനെ കാണാനില്ല എന്നുള്ള നിലയിൽ കപ്പൽ അധികാരികൾ പിറ്റേ ദിവസം എന്നെ വിളിച്ച് പറയുന്നത്. രാവിലെ 8 മണിക്ക് 18-ാം തീയതി രാവിലെ 8 മണിക്ക് അവൻ ഡ്യൂട്ടിക്ക് ഹാജരായില്ല എന്നും അവനെ അന്വേഷിച്ചിട്ട് കണ്ടെത്തിയില്ല എന്നും അവനെ കണ്ടെത്താനുള്ള അന്വേഷണം ഞങ്ങൾ തുടരുകയാണെന്നും ഉള്ള വളരെ ഞെട്ടിക്കുന്ന വേദനാജനകമായ ഒരച്ഛനും കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാർത്തയാണ് കേട്ടത്. ഈ സ്ഥലം ഒന്ന് പറയാമോ? എവിടെ, ഏത് രാജ്യത്തിന്റെ ഏത് ഭാഗത്ത് വെച്ചായിരുന്നു എന്നൊക്കെ വിശദീകരിക്കും. ഇന്തോനേഷ്യയുടെയും മലേഷ്യയുടെയും അതിർത്തിയിലുള്ള മലാക്ക എന്ന് പറയുന്ന സ്റ്റേറ്റിൽ വെച്ചാണ്, മലാക്ക സ്റ്റേറ്റിൽ വെച്ചാണ് ഇവൻ കടലിൽ പതിച്ചത് എന്നുള്ള, ആ കടലിൽ പതിച്ചതെന്നുള്ളതാണ് ബന്ധപ്പെട്ട അധികാരികൾ, കപ്പൽ അധികാരികൾ ഞങ്ങളെ ധരിപ്പിച്ചിരിക്കുന്നത്. എന്താ അവർ പറഞ്ഞത്? കപ്പലിലെ ജീവനക്കാർ നിങ്ങളെ ബന്ധപ്പെട്ട് പറയുമ്പോൾ വിഷ്ണുവിനെ ഏറ്റവും ഒടുവിലായി കണ്ടത് എപ്പോഴാണെന്നാണ് പറയുന്നത്? അതിനൊക്കെ ഒന്ന് പറയും. 17-ാം തീയതി 9:45 ശേഷം അവനെ കാണാനില്ല എന്നുള്ള നിലയിലാണ് കപ്പൽ അധികാരികൾ, കപ്പൽ ജീവനക്കാരും ഞങ്ങളെ ധരിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ 9:45 വരെ അവൻ വളരെ ഹാപ്പി ആയിട്ടാണ് എന്നോടും അതിനുശേഷം അമ്മയോടും സംസാരിച്ചത്. അവൻ മിക്കവാറും അവൻ്റെ വികാരങ്ങളൊക്കെ, അവൻ്റെ സങ്കല്പങ്ങളൊക്കെ, പ്രതീക്ഷകളൊക്കെ ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാറുണ്ട്. അന്നും അവൻ വീട്ടിൽ വന്നതിന് ശേഷം നമുക്ക് ഒരു 8 മാസം കഴിഞ്ഞിട്ട് വീട്ടിൽ വരും, വന്നതിന് ശേഷം നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവൻ സൂചിപ്പിക്കുകയുണ്ടായി. പിന്നീട് എങ്ങനെയാണ് ഇവൻ മിസ്സാകുന്നത് എന്നുള്ളത് അവിശ്വസനീയമായിട്ടാണ്. ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിറ്റേ ദിവസം 8 മണിക്കാണ് അവനെ കാണാനില്ല എന്ന് പറയുന്നത്. എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് കപ്പൽ അധികാരികൾ പോലും പറയുന്നില്ല. മിസ്സിംഗ് ആണെന്ന് മാത്രമാണ് അവർ പറയുന്നത്. രണ്ട് രാജ്യത്തിന്റെ അതിർത്തി ആയതുകൊണ്ട് തന്നെ അവിടെയും പരിമിതികൾ ഉണ്ടായല്ലേ? അവിടെ പരിമിതികളുണ്ടായി. ഇപ്പൊ കപ്പലിന്റെ ഓണർഷിപ്പുള്ള കക്ഷി ഈ 2 രാജ്യങ്ങളിലും പരാതി കൊടുക്കുകയുണ്ടായി. ഞങ്ങളുടെ കപ്പലിൽ നിന്ന് വിഷ്ണു ബാബു എന്ന് പറയുന്ന സെയിലറെ കാണാതായിരിക്കുന്നു, അന്വേഷിക്കണമെന്ന് പരാതി കൊടുത്തിട്ട് 2 രാജ്യക്കാരും അത് പരാതി പോലും സ്വീകരിച്ചില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അവർ നൽകിയിട്ടുള്ള വിവരങ്ങൾ നമുക്ക് അങ്ങനെയാണ്. ഒരു മാസമായി നിങ്ങൾ സർക്കാരിനെ, കേന്ദ്ര സർക്കാരിന് പരാതി നൽകി, കേരള സർക്കാരിന് പരാതി നൽകി. എന്തായിരുന്നു നമ്മുടെ ഭരണ സംവിധാനങ്ങളുടെ റെസ്പോൺസ്? എങ്ങനെയായിരുന്നു? കളക്ടർക്കാണ് ആദ്യം പരാതി കൊടുക്കുന്നത്. അന്നേ ദിവസം തന്നെ SP-ക്കും തുടർന്ന് മുഖ്യമന്ത്രിക്കും പരാതി കൊടുക്കുകയുണ്ടായി. തുടർന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെയും സമീപിക്കുകയും പരാതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അന്നേ ദിവസം തന്നെയാണ് ഇതെല്ലാം ചെയ്തത്. ഈ ഉത്തരവാദിത്തപ്പെട്ട ഈ കേന്ദ്രങ്ങളിൽ നിന്നും, അധികാര കേന്ദ്രങ്ങളിൽ നിന്നും ഇതുവരെ ഞങ്ങളെ ആരും സമീപിച്ചിട്ടില്ല, ഈ കുടുംബത്തെ ആരും സമീപിച്ചിട്ടില്ല എന്നുള്ളതാണ് ഖേദകരമായിട്ടുള്ള വസ്തുത. ഒരു ഫോൺ കോൾ പോലും ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന്, കളക്ടറേറ്റിൽ നിന്ന് ഉൾപ്പെടെ വന്നിട്ടില്ല എന്നുള്ളത് വല്ലാത്ത സങ്കടകരമായിട്ടുള്ള അവസ്ഥയാണ്, വേദനയാണ് ഉണ്ടാക്കുന്നത്. ഒരു മറുപടി നിങ്ങൾക്ക് കിട്ടിയില്ല, അതായത് അന്വേഷണം നടന്നിട്ടേ ഇല്ലെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് അല്ലേ? ഞങ്ങൾക്ക് അങ്ങനെ രേഖാമൂലമായിട്ടുള്ള ഒന്നും കിട്ടിയിട്ടില്ല. അല്ല, ഇത് സംബന്ധിച്ച് നിങ്ങളോട് തേടാൻ ആരും വന്നിട്ടില്ലല്ലോ അല്ലെ? ആരും ഞങ്ങളെ സമീപിച്ചിട്ടില്ല. എന്താണ് സംഭവിച്ചെന്ന് പോലും തിരക്കാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികൾ ആരും സമീപിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. പിന്നെ
ഷിപ്പിംഗ് ഡയറക്ടർക്കും പരാതി കൊടുത്തിരുന്നു. അവിടുന്ന് ഒരു ഫോൺ കോളോ ഒരു അറിയിപ്പോ എനിക്കുണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിലൊരു പൗരനെ നഷ്ടപ്പെട്ടാൽ ഉത്തരവാദിത്വത്തോടുകൂടി അതിലെ കാര്യങ്ങൾ നിർവഹിക്കേണ്ട കേന്ദ്ര ഗവൺമെന്റ് ഒരു ഗൗരവവും എൻ്റെ മകൻ്റെ മിസ്സിങ്ങിൽ കാണിച്ചിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. ആരും തന്നെ ഉത്തരവാദിത്തപ്പെട്ട ആരും തന്നെ ഞങ്ങൾക്ക് സഹായകരമായ ചേർത്ത് പിടിക്കുന്ന ഒരു മനോഭാവം കേരളത്തിലെ പ്രതിപക്ഷം പോലും നടത്തിയിട്ടില്ല എന്നുള്ളതും വസ്തുതയാണ്. ആരും തന്നെ ഭരണ പ്രതിപക്ഷങ്ങൾ രണ്ടു കൂട്ടരും ഞങ്ങൾക്ക് സഹായകരമായ ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് വേദനയോടുകൂടി സ്മരിക്കുകയാണ്. അതാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഷിരൂരിലെ അർജുനായുള്ള തെരച്ചിൽ നടക്കുമ്പോൾ ആ കുടുംബത്തിന്റെ വേദന പൂർണ്ണമായും ഉൾക്കൊള്ളുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു ഘട്ടത്തിൽ അത് കാണാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലൂടെ പോയിരുന്നു എന്നും പറയുന്നുണ്ട് അല്ലെ. അത്തരത്തിൽ ഒരു ഇടപെടൽ നിങ്ങളുടെ കാര്യത്തിലും ഉണ്ടാവണമെന്ന് അതിയായി ആഗ്രഹിക്കുകയാണ്. അതെ അതെ, 2-3 ദിവസത്തേക്ക് ഞാൻ വളരെ മാനസികമായി ഡൗൺ ആയിരുന്നു. പിന്നീട് അതിനുശേഷം ഞാൻ വാർത്തകൾ വെക്കുമ്പോഴത്തേക്ക് അർജുനന്റെ തിരച്ചിലിനെ സംബന്ധിച്ചുള്ള വാർത്തകളാണ്. വളരെ വേദനയോടുകൂടിയാണ് ഞാനത് കണ്ടുകൊണ്ടിരുന്നത്. എങ്ങനെയെങ്കിലും അർജുനെ കിട്ടണേ. കാരണം ഒരു പിതാവിന്റെ വേദന, മകൻ നഷ്ടപ്പെട്ടതിലുള്ള, മകനെ കാണാത്തതിലുള്ള വേദന വളരെയേറെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആ മാതാപിതാക്കളുടെയും മാനസികാവസ്ഥ എനിക്കറിയാമായിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ച് ഈ അധികാരികൾ, ഭരണപക്ഷവും പ്രതിപക്ഷവും അർജുനന്റെ കൂടെ നിൽക്കുന്നതിൽ ഒരു അഭിപ്രായ വ്യത്യാസവും അല്ലെങ്കിൽ ഒരു വിഷമവും എനിക്കില്ല. പക്ഷേ എന്നെ, എൻ്റെ കുടുംബത്തെ ഒന്ന് സഹായിക്കാൻ, ഒരു സാന്ത്വന വാക്ക് പറയാൻ പോലും, ഒന്ന് അന്വേഷിക്കാൻ പോലും ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളോ പ്രതിപക്ഷമോ തയ്യാറായില്ല എന്നുള്ളതാണ് വസ്തുത. ഇനിയിപ്പോ എന്താ നിങ്ങളുടെ ഒരു പ്ലാൻ? നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങൾ എങ്ങനെ തുടരാനാണ്? അധികാരികളിലെ വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ട് എൻ്റെ മകൻ എന്ത് സംഭവിച്ചു, നിങ്ങളുടെ അവകാശമാണ്, മകന്റെ അവസ്ഥ എന്താണ് എന്നറിയാൻ ഒരു കുടുംബത്തിന്റെ, മാതാപിതാക്കളുടെ അവകാശമാണ്. അതുകൊണ്ട് ഇനി അവസാനം ഞങ്ങൾക്ക് നീതി കിട്ടാൻ ഹൈക്കോടതിയിൽ നിന്നേ കിട്ടൂ എന്നുള്ളത് കൊണ്ട് ഞാനൊരു ഹേബിയസ് കോർപ്പസ് ഹർജി തിങ്കളാഴ്ച സമർപ്പിക്കുകയാണ്. അതിലൂടെ അധികാരികളിൽ നിന്ന് എന്തെങ്കിലും നീതി കിട്ടും എന്നുള്ള വിശ്വാസമാണ്. ഇനിയെങ്കിലും അവനെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു അന്വേഷണം ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു ഇടപെടൽ ഈ ഇന്തോനേഷ്യയിലും മലേഷ്യയിലും ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് അങ്ങനെ ഒരു വിശ്വാസത്തിലാണ് ഞാൻ പോകുന്നത്. ഇനിയെങ്കിലും അധികാരികൾ ശ്രദ്ധിക്കാൻ ഉതകുന്ന രീതിയിലുള്ളൊരു കോടതി ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. അതാണ് അദ്ദേഹം പറയുന്നത് തീർത്തും ന്യായം തന്നെയാണ്. കാരണം തന്റെ മകന് എന്ത് സംഭവിച്ചു എന്ന് അറിയാനുള്ള ഒരു അവകാശം ഈ പിതാവിനുണ്ട്. അത് അത്തരത്തിൽ ആ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായൊരു വിവരം നൽകാൻ നമ്മുടെ ഉദ്യോഗസ്ഥ സംവിധാനങ്ങൾക്കൊന്നും കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതായത് ആ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ഇടപെടൽ നടത്തി എന്നെങ്കിലും ഈ കുടുംബത്തെ ബോധ്യപ്പെടുത്താനായി നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. കളക്ടറേറ്റിൽ പരാതി നൽകി. കളക്ടറേറ്റ് മുതൽ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾക്ക്, കേന്ദ്രമന്ത്രിമാർക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടും ഒരു സർക്കാർ ഓഫീസിൽ നിന്നും എന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷിച്ചുകൊണ്ട് ഒരു ഫോൺ കോൾ പോലും ഈ വീട്ടിലേക്ക് എത്തിയില്ല എന്നുള്ളത് ആണ് വസ്തുത. അതിനെതിരെ കോടതിയെ സമീപിച്ചുകൊണ്ട് നിയമ പോരാട്ടത്തിലേക്ക് പോവുകയാണ്. ഒരുപാട് സ്വപ്നങ്ങളുമായി വളരെ കുറഞ്ഞ സമയം മാത്രമേ ആയുള്ളൂ വിഷ്ണു ജോലിയിലേക്ക് കടന്നിട്ട്. ഈ കുടുംബത്തിന്റെ മുഴുവൻ അത്താണിയായിരുന്നു, പ്രതീക്ഷയായിരുന്നു. അങ്ങനെ ഒരു ചെറുപ്പക്കാരന് ആണ്, ആ ഒരു മകനാണ്. ആ മകന് എന്ത് സംഭവിച്ചു എന്ന് അറിയേണ്ട, അല്ലെങ്കിൽ അത്തരത്തിൽ ആ കാര്യങ്ങളെ സംബന്ധിച്ച് വിശദമായ കാര്യങ്ങൾ അറിയേണ്ട അവകാശം ഈ അമ്മയ്ക്കും അച്ഛനുമുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അതിൽ കോടതി വഴിയെങ്കിലും അത് നടപ്പിലാകുമെന്ന് പ്രതീക്ഷിക്കാം. കടുത്ത പ്രതിഷേധം ഈ കുടുംബത്തിന് ഉണ്ട്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. വിഷ്ണു എവിടെ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നമ്മുടെ സർക്കാർ അധികാരികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരാതി ഈ കുടുംബം നൽകി. പക്ഷെ ആരുടെയും ഒരു ഫോൺ കോളും ഈ കുടുംബത്തിന് കിട്ടിയില്ല എന്ന് പറയുന്നിടത്താണ് ഈ സംവിധാനങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന കാര്യത്തിൽ നമുക്ക് സംശയമുണ്ടാക്കുന്നത്. ഓഫീസുകൾ കയറി ഇറങ്ങുന്നു, ജില്ലാ കളക്ടർക്ക് പരാതി നൽകുന്നു, മന്ത്രിമാരെ കാണുന്നു, മുഖ്യമന്ത്രിക്ക്, കേന്ദ്രമന്ത്രിക്കടക്കം പരാതിയുമായി മുന്നോട്ട് പോകുന്നു കുടുംബം. ഏറ്റവും ഒടുവിൽ ഈ കുടുംബം ഹേബിയസ് കോർപ്പസ് ഹർജിയുമായി അവസാന ശ്രമം നിലയിൽ നിയമവ്യവസ്ഥയിലേക്ക്, കോടതിയിലേക്ക് പോകുന്ന പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. അതായത് 2 രാജ്യങ്ങളുടെ അതിർത്തിയിൽ, ഒഡീഷയിൽ നിന്ന് ചൈനയിലേക്ക് പോയ ഇന്തോനേഷ്യയ്ക്കും മലേഷ്യയ്ക്കും ഇടയിലാണ് ഈ ചരക്ക് കപ്പലിൽ വെച്ച് ഈ വിഷ്ണു എന്ന ചെറുപ്പക്കാരനെ കാണാതാകുന്നത്. വിഷ്ണു നിരന്തരമായി വീട്ടിലേക്ക് കോൺടാക്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നു. അമ്മയും അച്ഛനുമായും വിഷ്ണു ഇതിന് തൊട്ട് മുൻപ് തന്നെ സംസാരിച്ചിരുന്നു. അതിനുശേഷമാണ് വിഷ്ണുവിനെ കുറിച്ച് ഒരു ധാരണയില്ലാത്ത തരത്തിലെ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ്. ഒരു ഫോൺ കോൾ പോലും ഈ കുടുംബത്തിന്
ബന്ധപ്പെട്ട ആളുകളുടെ ഭാഗത്തുനിന്നുണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. ശരണ്യ, അത് തന്നെയാണ് കാരണം. എത്രയധികം അച്ഛൻ്റെ അമ്മയുടെയും വേദന നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം, ബന്ധുക്കളുടെ വേദന മനസ്സിലാക്കാം. കുടുംബവുമായി അത്രയധികം അടുപ്പമുണ്ടായിരുന്ന ഒരാളാണ് വിഷ്ണു എന്നത് ആ അച്ഛൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ മന്ത്രിമാർ ഈ വിഷയത്തിൽ ഇടപെടാതെ പോകുന്നത്? ആലപ്പുഴയിലും മന്ത്രിമാരും ജനപ്രതിനിധികളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണല്ലോ, അവിടെ നിന്നും ഇടപെടൽ ഉണ്ടായില്ല എന്നാണോ? രഞ്ജിത്ത്, ഏറ്റവും ദുഃഖകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ കുടുംബം കടന്നു പോകുന്നത്. ഇപ്പോൾ പുന്നപ്ര സ്വദേശിയായ ബിജു തിരുമലയും സിന്ധുവും ബാബു തിരുമലയും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ സിന്ധുവും, ഈ അച്ഛനമ്മമാരുടെ വിഷമം എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന വാക്കുകൾക്കും ഒരുപാട് അപ്പുറമാണ്. ഞാൻ ഇവിടെ വരുമ്പോൾ, അതായത് ന്യൂസ് 18 വാർത്താ സംഘം ഇവിടെ വരുമ്പോൾ അദ്ദേഹം അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ അദ്ദേഹം TV-യിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ മനുഷ്യന്റെ ഒരു വേദന എന്ന് പറയുന്നത് സ്വന്തം മകൻ കാണാതായ മറ്റൊരു മകൻ, സ്വന്തം മകനായിട്ട് തന്നെയാണ് അദ്ദേഹം നമ്മളോട് അർജുനെ കുറിച്ച് പറഞ്ഞത്. മറ്റൊരു മകന് വേണ്ടി അവിടെ തിരച്ചിൽ നടക്കുമ്പോൾ സമാനമായ സാഹചര്യത്തിൽ ഒരു മകൻ എവിടെയെന്ന് പോലും ഒരു വിവരവും എവിടെ നിന്നും ലഭിക്കാതെ ഹൃദയവേദനയോടെ ഇരിക്കുന്ന ഒരു അച്ഛനെയും അമ്മയുമാണ് ഞാൻ ഈ വീട്ടിൽ കണ്ടത്. അവരുടെ വേദനയാണ് നമ്മൾ പങ്കുവച്ചത്. അതായത് ഒരു മാസം കഴിഞ്ഞ 17-നാണ് വിഷ്ണുവിനെ കാണാതാകുന്നത്. കപ്പൽ ജോലിക്കിടയിൽ അവിടെ കപ്പലിൽ നിന്ന് അവസാനമായ ഒരു കോൾ വന്നിട്ടുണ്ട്. അതിനുശേഷം മണിക്കൂറുകൾക്കകം വിഷ്ണുവിനെ കാണാതായി എന്നുള്ളതാണ് ഈ കുടുംബം പറയുന്നത്. പക്ഷേ അത് സംബന്ധിച്ച് ഒരു വിവരവും, അതായത് മകൻ എന്ത് സംഭവിച്ചു എന്നത് സംബന്ധിച്ച് ഒരു വിവരവും ഈ കുടുംബത്തിന് ലഭ്യമായില്ല എന്നുള്ളതാണ്. ആ കപ്പൽ കമ്പനിയെ ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ പോലും സർക്കാർ തലത്തിൽ ഒരു ഇടപെടൽ നടത്തി അതിൽ തന്നെ ആധികാരികമായ ഒരു മറുപടി അവർക്ക് ലഭിക്കേണ്ടതാണ്. അവർ അത്തരത്തിൽ ഈ നമ്മളോട് ഈ സംസാരിക്കുന്ന ഈ മനുഷ്യൻ എന്ന് പറയുന്നത് സർക്കാർ സർവീസിൽ സേവനം അനുഷ്ഠിച്ച് അവിടെ നിന്ന് റിട്ടയർ ആയ, ലീഗൽ മെട്രോളജി വകുപ്പിൽ നിന്ന് റിട്ടയർ ആയ ഒരു മുൻ സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന് അറിയാം, ഒരു ഓഫീസിൽ ഒരു പരാതി നൽകിയാൽ ആ പരാതിയിൽ എന്തൊക്കെ നടപടിക്രമങ്ങൾ ഉണ്ടാകുമെന്ന് കൃത്യമായ ധാരണയുള്ള ഒരു മനുഷ്യനാണ്. കണ്ണീരോടെ നമ്മളോട് പറയുന്നത് ഒരു ഫോൺ കോൾ പോലും കളക്ടറേറ്റിൽ നിന്ന് പോലും തനിക്ക് ലഭ്യമായിട്ടില്ല എന്നുള്ളത്. മുഖ്യമന്ത്രി അടക്കമുള്ള എല്ലാ വകുപ്പുകൾക്കും, മുഖ്യമന്ത്രിക്കും ഒപ്പം തന്നെ കേന്ദ്രമന്ത്രിമാർക്കും ജില്ലാ കളക്ടറേറ്റിലും അടക്കം എല്ലായിടത്തും പരാതി നൽകി കയറി ഇറങ്ങിയ ഒരു കുടുംബത്തിന് ഒരു സിംഗിൾ കോളിൽ പോലും ഒരു മറുപടി അവർക്ക് ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയം കൃത്യമായും അധികാരികളുടെ ശ്രദ്ധയിലേക്ക് എത്തേണ്ടതുണ്ട്. എന്തുകൊണ്ട് ഈ കുടുംബം ഇത്തരത്തിലൊരു അവഗണന നേരിടുന്നു എന്നുള്ളതാണ്. അർജുന് വേണ്ടി നമ്മൾ മലയാളികൾ ഒന്നടങ്കം കാത്തിരിക്കുമ്പോൾ സമാനമായ സാഹചര്യത്തിൽ മാനസിക വ്യതയോടുകൂടി എന്ത് സംഭവിച്ചു എന്ന് ഒരു വിവരവും ലഭ്യമാകാതെ ഇരിക്കുന്ന ഒരു കുടുംബമാണ് ആലപ്പുഴയിലുള്ളത്. സാഹചര്യം തികച്ചും സമാനമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അച്ഛന്റെ വാക്കുകളിലേക്ക് തന്നെ പോകണം. അവരുടെ വേദന അവർ തന്നെ പങ്കുവയ്ക്കട്ടെ. സമാനമായ സാഹചര്യം അല്ലേ? ഇപ്പോൾ നടൻ അശോകൻ ടെലിഫോൺ ലൈനിലുണ്ട്. ഈ അച്ഛൻ പുന്നപ്ര സ്വദേശി ബാബുവിന്റെ സുഹൃത്ത് കൂടിയാണ് അശോകൻ എന്നാണ് മനസ്സിലാക്കുന്നത്. അശോകൻ, താങ്കൾക്ക് ഈ വിവരമെല്ലാം അറിയാമെന്ന് മനസ്സിലാക്കുന്നു. താങ്കൾ ഈ കുടുംബവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരാളാണ്. താങ്കളുടെ വഴിയും ശ്രമം നടത്തി കാണുമല്ലോ അല്ലെ? തീർച്ചയായും. എന്റെ പേര് പറഞ്ഞ അതിനകത്ത് ബാബു ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാ കോളേജിൽ. ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പൊ ഈ ഒരു അറിഞ്ഞപ്പോലും വല്ലാത്ത ബാബു എന്നെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞിരുന്നു. അപ്പോ ഈ ഒരു മാസമായിട്ട് അതിനൊന്ന് യാതൊരു റെസ്പോൺസും ഉണ്ടായില്ലെന്നാ ബാബു പറഞ്ഞത്. ഈ മകൻ മരിച്ചിട്ട് ഒരു മാസമായിട്ടും മരിച്ചു എന്ന് പറയാൻ ഇപ്പോഴും മിസ്സിംഗ് ആണല്ലോ. അപ്പൊ അത് അങ്ങനെ ഒരു അവസ്ഥയില് ബാബു പറയുന്നത് ബന്ധപ്പെട്ടവർ ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടും എല്ലാ പൊളിറ്റീഷ്യൻസിനെയൊക്കെ ഒരുപാട് പേരെ ബന്ധപ്പെട്ടു ബാബു. അതായത് സംസ്ഥാനത്തും അതെ കേന്ദ്രത്തിലും ഒക്കെ അതിൽ നിന്ന് ഒരു റെസ്പോൺസും കിട്ടിയിരുന്നില്ല, വേണ്ട പരിഗണന കിട്ടിയില്ല, അതിനുവേണ്ടി അന്വേഷിച്ചില്ല. അതെന്താണ് ഇപ്പൊ അതിന്റെ അൾട്ടിമേറ്റ്ലി അതിന്റെ ഫലം എന്താണ്, ഈ റീസൺ അങ്ങനെ പോലും ഒരു വിവരം കിട്ടിയിരുന്ന ബാബുവിന് വലിയ വിഷമമായി. അത് ഉത്തരവാദിത്തപ്പെട്ടവർ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടവരും ചെയ്യേണ്ടവരും ഒരു അന്വേഷണമോ കാര്യങ്ങളോ ഒന്നും തൃപ്തികരമായിട്ടൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം ബാബുവിനുള്ളത്. അത് വല്ലാത്ത വിഷമത്തിലാണ്. ബാബുവും വൈഫും ഒക്കെ വല്ലാത്ത വിഷമത്തിലാണ്. മകൻ നാളെ വരും എന്നുള്ള പ്രതീക്ഷയാണ് ബാബുവിന്റെ വൈഫ് പയ്യൻ വിഷ്ണുവിന്റെ അമ്മ പ്രതീക്ഷിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു വിശ്വാസത്തിൽ ആ ഒരു ധാരണയിലേക്കാണ് ഇപ്പോഴും. അടുത്ത ദിവസം മോൻ വരും എന്നുള്ള രീതിയിൽ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ ആയിപ്പോയി. ഞാനത് വീട്ടിലൊക്കെ പോയിരുന്നു, എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പൊ അതിൽ നിന്ന് ഏതായാലും ആളൊരു മാസമായി മിസ്സിംഗ് ആയിട്ട്. പക്ഷെ അതിനെക്കുറിച്ച് അന്വേഷണം എന്ത് സംഭവിച്ചു എന്നൊരു റിപ്പോർട്ടെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടവർ, ചുമതലപ്പെട്ടവർ അവിടെ നിന്ന് കിട്ടിയില്ല. പലരെയും ബാബു കോണ്ടാക്ട് ചെയ്തു എന്നെല്ലാം ബാബു പറയുന്നുണ്ട്. പക്ഷെ അവിടെ നിന്നെല്ലാം നിരാശയാണ് ഉണ്ടായത്. അതല്ലാത്ത സങ്കടമായി. ബാബുവിനും നാട്ടുകാർക്കൊക്കെ വലിയ ആശങ്ക ഉണ്ട് അക്കാര്യത്തില്. അപ്പൊ തീർച്ചയായിട്ടും എന്റെ വളരെ അടുത്ത സ്നേഹിതൻ എന്നുള്ള നിലയിൽ എനിക്ക് വല്ലാത്തൊരു വിഷമമുണ്ട് അതിനകത്ത്.
വിഷ്ണുവുമായും വളരെ അശോകന് വിഷ്ണുവുമായും അടുപ്പമുള്ള ആളാണല്ലേ? വിഷ്ണുവുമായും ഒക്കെ നേരത്തെ തീർച്ചയായിട്ടും അടുപ്പമുണ്ട്. ഞങ്ങളുടെ കോളേജ് ഞങ്ങളുടെ 2-3 പ്രാവശ്യത്തെ വാർഷിക മീറ്റിംഗ് ഉണ്ട് ഞങ്ങളെല്ലാവരും സ്റ്റുഡൻസിലെ. അതൊക്കെ വിഷ്ണു ഉണ്ടായിരുന്നു. ഈ 3 പ്രാവശ്യം ഉണ്ടായിരുന്നു. എനിക്ക് നന്നായിട്ട് അറിയാം വിഷ്ണുവിനെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ളൊരു വല്ലാത്തൊരു ചുറ്റുപാടിലാണ് ഇപ്പോഴും ബാബുവിന്റെ. പക്ഷെ അത് ആദ്യം ഇത് പറഞ്ഞാൽ തീരാത്ത വിഷമം. മകനെ മിസ് ചെയ്യുക, നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ ഊഹിക്കാവുന്ന കാര്യമല്ലോ ഉള്ളൂ. എനിക്ക് മനസ്സിലാവുന്നത് ഈ 2 രാജ്യങ്ങളുടെ അതിർത്തി, അതായത് ഇന്തോനേഷ്യയുടെയും മലേഷ്യയുടെയും അതിർത്തിയിൽ വെച്ചാണ് വിഷ്ണുവിനെ മിസ്സിംഗ് ആകുന്നത്. അപ്പോൾ കേന്ദ്ര സർക്കാരിനാണ് കുറച്ചുകൂടി ഇക്കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുക. നമ്മുടെ ഒരു സിനിമാ രംഗത്തുള്ള മന്ത്രി തന്നെ കേന്ദ്രത്തിൽ സഹമന്ത്രിയായുള്ള ആളാണ്. അശോകന് സ്വാഭാവികമായിട്ട് അടുപ്പമൊക്കെ ഉണ്ടാകുമെന്ന് കരുതുന്നു. അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലും പെടുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ റെസ്പോൺസ് ഇവര് എന്താന്ന് കിട്ടിയിട്ടില്ല. അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു വിഷമം. അതാണ് അത് ഇത്രയും ദിവസമായില്ലേ, ഇതെന്ത് സംഭവിച്ചു എന്നുള്ളത് അതിനെക്കുറിച്ച് അന്വേഷണം വേണമല്ലോ. കാരണം ഇത്രയും ദൂരം ഒരു കടലിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്ന കാര്യമുള്ളൂ. അങ്ങനെ എങ്ങനെ മിസ്സായി, ഇതെന്ത് സംഭവിച്ചു, മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളാണോ, അല്ലെ ഇനി അതല്ല കാല് വഴുതി ഇതിനകത്ത് വീണതാണോ? അങ്ങനെ വരാനൊന്നും വഴി സാധ്യത കുറവാണ്. അങ്ങനെ അത്ര അറിയാത്ത പ്രായമൊന്നും അല്ലല്ലോ. പിന്നെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെയാണ് ദുരൂഹതയുള്ളത്. അതൊന്ന് അന്വേഷിക്കുക എന്നുള്ളതാണ്. അത് അന്വേഷിച്ച് റിപ്പോർട്ട്. ഇനിയിപ്പം ആളിനെ കിട്ടുന്ന ഒരിക്കലും നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. നിർഭാഗ്യവശാൽ അങ്ങനെ പറയാൻ പറ്റില്ല, അങ്ങനെ സാധിക്കില്ല. കാരണം 1 മാസമായില്ല, കടലിലൂടല്ലേ ഇത്രയും ദൂരെ യാത്ര ചെയ്യുമ്പോൾ അവരുടെ ഒരു പേരൻസിന്റെ ഒക്കെ വേദന എന്തുമാത്രം ഉണ്ടായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അത്രയും ദൂരം നമുക്ക് നമ്മുടെ നാട്ടിലാണെങ്കിൽ പിന്നെ ഒരു സമാധാനം ഉണ്ടെന്ന് നോക്കാം. ഇത്രയും സിംഗപ്പൂർ, മലേഷ്യ, ഇന്തോനേഷ്യ ഈ ഭാഗത്തുള്ള കടലിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും ഊഹിക്കാൻ പറ്റാത്ത, എത്തിപ്പെടാൻ പറ്റാത്ത ഒരു ഏരിയയാണ് അതെല്ലാം. അപ്പൊ ഇവരുടെ അത്രയും ദൂരം ഇവരുടെ ഒരു സങ്കടാവസ്ഥ എന്ന് പറഞ്ഞാൽ എത്രത്തോളം ആകാംക്ഷയും ടെൻഷനുമായിരിക്കും എന്നുള്ളത് നമുക്ക് കേൾക്കുന്നവർ കൂടി മനസ്സിലാകുന്ന കാര്യമാണ്. തീർച്ചയായും അത് വല്ലാത്തൊരവസ്ഥയാണത്. ഞങ്ങളും ന്യൂസ് 18-നും വിഷ്ണുവിന്റെ കുടുംബത്തിന് ഒപ്പമുണ്ട്, ബാബുവിനൊപ്പമുണ്ട്. താങ്കളും സ്ഥിരമായി കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. താങ്കളും വലിയ ആശ്വാസമാണ്. ഞങ്ങൾ ബാബുവായിട്ട് എപ്പോഴും ഈ സംഭവത്തിന് ശേഷം എപ്പോഴും നിരന്തരമായിട്ട് മിക്ക ദിവസങ്ങളും ഞങ്ങൾ പല പ്രാവശ്യം കോണ്ടാക്ട് ചെയ്യാറുണ്ട്, സംസാരിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ബാബുവിന് ഞങ്ങളുടെ കൂട്ടുകാര്, ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം വലിയ ദുഃഖത്തിലാണ് അക്കാര്യത്തിൽ. ഞങ്ങള് എല്ലാവരും പ്രയാസത്തിലാണ്. അപ്പൊ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലാണത്. നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല എങ്ങനെയാന്നുള്ളത്. ഒരു വല്ലാതൊരു ആദിയായിപ്പോയി, ബാബുവിനും വൈഫിനും ഒക്കെ വല്ലാതെ ആദിയായി എന്താണെന്നുള്ളത്. ആ മകന്റെ വസ്ത്രങ്ങളൊക്കെ അവർ തിരിച്ചേൽപ്പിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത്. അത് അവിടുന്ന് എത്തിച്ചു. പക്ഷെ ആ വസ്ത്രം കണ്ടിട്ട് ബാബുവിന്റെ വൈഫ് ദിവസവും അവൻ നാളെ വരും, ഞാൻ തേച്ച് വെക്കട്ടെ, അലക്കി തേച്ച് വെക്കട്ടെ എന്നൊക്കെ പറഞ്ഞാണ് എല്ലാ ദിവസവും ഇരിക്കുന്നത്. അങ്ങനെ ഒരു മാനസികാവസ്ഥയിലൊക്കെ മാറി, മനസ്സിലായ. അപ്പൊ മോൻ ഇപ്പോഴും ഉണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷയിലും അങ്ങനെ ഒരു മാനസികാവസ്ഥയാണ് ബാബുവിന്റെ വൈഫ്, പയ്യന്റെ അമ്മ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചുറ്റുപാടുകൾ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളല്ലോ. അതിന്റെ രീതി എന്ന് പറയാൻ ഊഹിക്കാവുന്നേ ഉള്ളൂ. നമുക്കും പ്രാർത്ഥിക്കാം അശോകൻ, അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് പരമാവധി ശ്രമിക്കാം. നമുക്കെല്ലാം ഒന്നും ചെയ്യാൻ പറ്റില്ല, ദൈവത്തോട് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇനിയെങ്കിലും ഇവിടെ ബന്ധപ്പെട്ടവര് ഇതൊക്കെ ഏറ്റവും ചെയ്യാൻ കഴിവും കപ്പാസിറ്റിയും അധികാരമുള്ള അതിന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ, രാഷ്ട്രീയ പ്രവർത്തകർക്ക് വേറെ സാധിക്കില്ല. ഏത് പാർട്ടി ആയിക്കോട്ടെ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിനുവേണ്ടി ശ്രമിച്ച് ഇങ്ങനെ വല്ലാത്തൊരു തീരാ ദുഃഖം. ഇനിയിപ്പോ ആളിനെ കിട്ടുമെന്നുള്ള പ്രതീക്ഷ കൊണ്ടുവരണം എന്നുള്ളതല്ല പറയുന്നത്. അത് അങ്ങനെ വന്നാൽ ഏറ്റവും നല്ലത്, അങ്ങനെ വരട്ടെ എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. പക്ഷെ അതല്ല, ഇത്രയും ദിവസം കടലിൽ മിസ്സായുമ്പോൾ നമുക്ക് ഊഹിക്കാം കുറെ. അപ്പൊ അതിൽ എന്താണ് ഇതിന്റെ റീസൺ, ഇതെന്തുകൊണ്ട് സംഭവിച്ചു, എങ്ങനെയാണ് ഒരു അന്വേഷണം നിശ്ചയമായിട്ടും വളരെ സ്ട്രിക്റ്റ് ആയിട്ട് വെച്ചു കഴിഞ്ഞാൽ അതിന്റെ കാര്യം പുറത്തു വരിക എന്നുള്ളതാണ് അറിയേണ്ടത്. അത് മേലിലുള്ള ഇതുപോലുള്ള സംഭവങ്ങളൊന്നും നമ്മുടെ എത്രയോ ആൾക്കാരുണ്ട്, അവർക്കൊന്നും അച്ഛനമ്മമാർക്ക് അങ്ങനെ സംഭവിക്കരുത്. അതൊരു പാഠമായിരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. അന്വേഷിച്ച് കാര്യങ്ങൾ പറയുക, അത് ഇന്നാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് മാത്രമേ റിപ്പോർട്ട് കിട്ടി. ഇനി അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അറിയാൻ വഴിയുള്ളൂ. അത് കിട്ടുക എന്നുള്ളതാണ് ഇപ്പം ഒരാവശ്യം. അവർക്ക് കൂടുതൽ പ്രതീക്ഷ ഇനി ആ ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ, എന്താ സംഭവിച്ചതെന്നുള്ള കാര്യം. അത് കിട്ടുക, അതിനെ പോലും അന്വേഷിക്കാൻ ഈ ബന്ധപ്പെട്ടവര് അത് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ദുഃഖകരമായിട്ട്. അതൊക്കെ ഈ വളരെ നിസ്സാരമായിട്ട് ഇവർക്കൊക്കെ ചെയ്യാവുന്നതല്ലേ ഉള്ളേ. നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകർക്ക്, ഉത്തരവാദിത്തപ്പെട്ടവർക്ക്, ഏത് പാർട്ടി ആയിക്കോട്ടെ, എല്ലാ പാർട്ടികളും ഒന്നിച്ചും ചില കാര്യങ്ങൾക്ക് ഇത് അവരെ സംബന്ധിച്ച് വളരെ ചെറിയ കാര്യങ്ങളാണ് ഇതൊക്കെ, അവർക്ക് ചെയ്യാവുന്നേ ഉള്ളൂ.
നമുക്ക് ജനങ്ങൾക്കൊരു വിശ്വാസങ്ങൾ അതിൽ വേണ്ടേ? രാഷ്ട്രീയ പാർട്ടി ജനങ്ങളുടെ കാര്യത്തിൽ അവരല്ലേ കാര്യങ്ങളൊക്കെ ന്യായമായിട്ടുള്ള കാര്യങ്ങൾ ഇടപെടുക, അതിന് പരിഹാരം ചെയ്യുകയും ചെയ്യേണ്ടത്. അപ്പൊ അന്ന് വിശ്വാസം മനുഷ്യർ നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് മറ്റൊരാൾക്ക് വികസനമായിട്ട് ഇങ്ങനെ വേറെ പല കാര്യങ്ങൾ സംഭവിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? ആ രത്താണി എന്ന് പറഞ്ഞാൽ അവര് മാത്രമേ ഉള്ളൂ. തീർച്ചയായും നന്ദി അശോകൻ, താങ്കൾ ഞങ്ങളോട് ഇത്രയും സമയം ആ വിഷയത്തിൽ താങ്കൾ സംസാരിച്ചതിന്. ഏതായാലും താങ്കളും അവർക്കൊപ്പമുണ്ട് എന്നറിയുന്നതിൽ ആശ്വാസമുണ്ട്. താങ്കളെപ്പോലുള്ള പ്രമുഖരുടെ ആശ്വാസ വാക്കുകളും ഇടപെടലുമൊക്കെ അവർക്ക് വലിയ തോതിലുള്ള ഒരു പ്രതീക്ഷ നൽകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ശരണ്യ സ്നേഹിതൻ ആ കുടുംബത്തിനൊപ്പമുണ്ട്. ശരണ്യ, പൊട്ടിക്കരയുകയായിരുന്നു ആ പിതാവ് അല്പം മുമ്പ്. ആ കണ്ണീരെങ്കിലും ബന്ധപ്പെട്ടവരുടെ, ഈ വാർത്ത കാണുന്നവരുടെ കണ്ണു തുറപ്പിക്കട്ടെ. അവരുടെ മകനെക്കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം അവർക്ക് ലഭ്യമാകത്തക്ക വിധത്തിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടാകട്ടെ എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. ആ പിതാവിനൊപ്പമാണ് ശരണ്യ ഉള്ളത്. അതൊന്ന് പങ്കുവെക്കാം. എന്താണ് ആ പിതാവിന് ഇപ്പോൾ പ്രതീക്ഷയായി ഉള്ളത്? അത് രഞ്ജിത്ത്, ഭയങ്കര സങ്കടകരമായ ഒരു അവസ്ഥയാണ്. നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ, അശോകൻ സർ പറഞ്ഞതുപോലെ തന്നെയാണ് ആ അമ്മ അകത്ത് വസ്ത്രങ്ങൾ ഒക്കെ എടുത്ത് തേച്ച് മടക്കി വെച്ച് മകന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. മകന്റെ കഴിഞ്ഞ ദിവസത്തെ പെട്ടി ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പെട്ടിയിലുള്ള വസ്ത്രങ്ങളൊക്കെ എടുത്ത് കഴുകി ഉണക്കി അകത്ത് വെച്ചിരിക്കും. മറ്റൊരു മാനസികാവസ്ഥയിലേക്ക് അവർ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് പറയാൻ കഴിയുന്നതിനും അപ്പുറമാണ് ഇവരുടെ വേദന എന്നുള്ളതാണ്. രഞ്ജിത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ അച്ഛൻ നമ്മുടെ തൊട്ടടുത്ത് നിന്ന് പൊട്ടിക്കരയുകയാണ്. അദ്ദേഹത്തിന് ഒരു മറുപടി കൊടുക്കാനുള്ള ഒരു കേവല മര്യാദ പോലും ഒരു സംവിധാനത്തിന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ്. അച്ഛനോട് തന്നെ നമുക്ക് ചോദിക്കാം. ഇത്രയും കാലം സർക്കാർ സർവീസിൽ ജോലി ചെയ്ത ഒരാളാണ്. ഇങ്ങനെയാണോ ഈ സംവിധാനങ്ങൾ കൊണ്ടുപോകേണ്ടത്? ഞാൻ എന്ത് പറയാനാ? എൻ്റെ അനുഭവം ഒരാൾക്കും ഉണ്ടാകരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ സർക്കാർ ജീവനക്കാരനായിട്ടിരുന്ന് കുറേ വർഷം പ്രവർത്തിച്ചു. ഇപ്പോൾ റിട്ടയർഡാണ്. എനിക്ക് ആ സംവിധാനത്തിലൊന്നും, അല്ലെങ്കിൽ അങ്ങനെ സർക്കാരിൻ്റെ സേവകനായിട്ടിരുന്ന ഒരു ആനുകൂല്യം എനിക്ക് വേണ്ട. എൻ്റെ മകൻ നഷ്ടപ്പെട്ടതൊരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ പോലും അങ്ങനെയെങ്കിലും എനിക്കൊരു നീതി കിട്ടിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. അതുപോലും കിട്ടിയില്ല എനിക്ക്. പൊതുരംഗത്തൊക്കെ ഞാൻ കുറേ വർഷം പ്രവർത്തിച്ച ഒരാളാണ്. പലർക്കും അറിവുള്ളതാണ്. അതെ, അറിയപ്പെടാത്തൊരു വ്യക്തിയല്ല. കാരണം ഡിവൈഎഫ്ഐയുടെ വളരെ പഴയ കാലത്ത് ഡിവൈഎഫ്ഐയുടെ ഏരിയ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന ഒരാള്, JSSന്റെ സംസ്ഥാന തലത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് താങ്കൾ. അത്യാവശ്യം എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരുമായും നേതാക്കന്മാരും, ഇപ്പോഴത്തെ നേതാക്കന്മാരുമായിട്ട് വരെ ബന്ധമുള്ള ഒരാളാണ്. എല്ലാവരെയും കണ്ടിരുന്നു അല്ലേ? പലരെയും കണ്ടിരുന്നു. പലരും ആശ്വാസവാക്കുകൾ കുറച്ചു പേരെങ്കിലും നൽകിയിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഇവരുടെ ഭാഗത്തു നിന്നൊന്നും വേണ്ട രീതിയിലുള്ളൊരു സഹായ സഹകരണങ്ങൾ ഉണ്ടായില്ല. പക്ഷെ അധികാരികൾ തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതാണ്. ഭരണാധികാരികളുടെ ഭാഗത്തുനിന്ന് തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതാണ് ഏറെ ഖേദകരമായിട്ടുള്ള വസ്തുത. ഞാൻ ലീഗൽ മെട്രോളജി വകുപ്പിൽ ജോലി ചെയ്ത ആളാണ്. അവിടെ അനീതി കണ്ടപ്പോഴത്തേക്ക് അവിടെയുള്ള ജീവനക്കാർക്ക് പല ബുദ്ധിമുട്ടുണ്ടായപ്പോഴത്തേക്ക് സ്വതന്ത്രമായൊരു സംഘടന ഞാനും ചില ജീവനക്കാരും കൂടെ ചേർന്നുണ്ടാക്കി. അങ്ങനെ ഒരു വലിയൊരു സംഘടനയാക്കി അത് മാറ്റി അതിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന ആളാണ് ഞാൻ. മന്ത്രിയൊക്കെ പങ്കെടുത്തുകൊണ്ട് സംസ്ഥാന സമ്മേളനം വരെ സംഘടിപ്പിച്ച വ്യക്തിയാണ് ഞാൻ. അങ്ങനെയൊക്കെ പൊതുരംഗത്തും സർക്കാർ സർവീസിലും ഇരുന്നുമൊക്കെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരാളാണ് ഞാൻ. റിട്ടയർമെൻറ്റിന് ശേഷം ഈ രാഷ്ട്രീയം അത് ഉപജീവന മാർഗമാണ് എന്ന് പലരുടെയും പ്രവൃത്തിയിലൂടെ ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഞാൻ പിന്നെ പൊതുരംഗത്തോട് തന്നെ വിട പറഞ്ഞത്, രാഷ്ട്രീയത്തോട് തന്നെ വിട പറഞ്ഞത്. ഞാനിപ്പോൾ ഒരു സംഘടനയിലും ഒരു പാർട്ടിയിലും ഒരു അനുഭവം പ്രകടിപ്പിക്കാതെ തുടർന്നു പോവുകയാണ്. ഈ കളക്ടറേറ്റിൽ അച്ഛൻ പരാതി കൊടുക്കുന്നു, ജില്ലാ കളക്ടർക്ക് നേരിട്ട് പരാതി കൊടുക്കുന്നു, മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നു. എന്തൊക്കെ റെസ്പോൺസ് ആണ് ഇവരുടെ എല്ലാവരുടെയും ഭാഗത്തും തിരിച്ചുണ്ടായത്? ഒരു മറുപടിയും കിട്ടിയിട്ടില്ല ഇതുവരെ. ഒരു മാസം അല്ലേ? കഴിഞ്ഞ 17-നാണ്, ജൂലൈ 17 ആണ് അല്ലേ ഈ മോനെ കാണാതാകുന്നത്? അതെ, ഇന്നത്തേക്ക് 32 ദിവസമായി. ഒരു മാസം പിന്നിട്ടു. ഒരിടത്തുനിന്നും ഒരു ഫോൺ കോൾ പോലും വന്നില്ല എന്നുള്ളത്, ഒരു ആശ്വാസവാക്ക് പോലും പറയാനായിട്ട് ആരും ഈ വേണ്ടപ്പെട്ട അധികാരികൾ ശ്രമിച്ചില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവർ അതിന് മുതിർന്നില്ല എന്നുള്ളതാണ് വളരെ ഖേദകരമായിട്ടുള്ള വസ്തുത. ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾക്ക് പരാതി കൊടുത്തു എന്നൊന്ന് പറയാമോ? വില്ലേജ് പോലും ഒന്നും അന്വേഷിക്കാനുള്ള മര്യാദ കാണിച്ചിട്ടില്ല. കളക്ടർക്ക് പരാതി കൊടുത്തു. സാധാരണ കളക്ടർക്ക് പരാതി കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും കൺസെന്റ് തഹസിൽദാരെ വിട്ട് അന്വേഷിപ്പിക്കാറാണ് സാധാരണ മതി.
ഇതൊരു വില്ലേജ് ഓഫീസർ, പുന്നപ്ര പറവൂർ വില്ലേജ് ഓഫീസർ പോലും വന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്ന് ഈ കാര്യങ്ങളൊന്ന് അന്വേഷിക്കാനോ വേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു കൊള്ളാമെന്ന് പറയാൻ പോലുള്ള മര്യാദ ഗവൺമെന്റ് ഭാഗത്തുണ്ടായില്ല. എച്ച് സലാം MLA ആയിട്ടാണ് അദ്ദേഹം നേരിട്ട് പോയി കളക്ടർക്ക് പരാതി കൊടുത്തത്. ആ കോപ്പിയാണ് മുഖ്യമന്ത്രിക്ക് അയച്ചു കൊടുത്തത്. എന്നിട്ട് പോലും യാതൊരു അറിവും ഉണ്ടായില്ല. SP ഭാഗത്ത് നിന്ന് കൊടുത്തതിന്റെ പേരിൽ പുന്നപ്ര CA വന്ന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം എന്നൊരു വാക്ക് പറഞ്ഞു പോയാൽ പിന്നീട് അദ്ദേഹത്തിന്റെ ഭാഗത്ത് യാതൊരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. അതാണ് അവർ പറയുന്നത്. മുഖ്യമന്ത്രിക്ക് പരാതി നൽകി, ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. സ്വാഭാവികമായ ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ രഞ്ജിത്തെ, നടക്കേണ്ട ഒരു, ഇപ്പം നമ്മൾ പറയാം എല്ലാത്തിനും ഒരു അവസാനം വരെയും പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും നടക്കേണ്ട ചില സ്വാഭാവിക നടപടിക്രമങ്ങളുണ്ട്. ഒരു വില്ലേജ് ഓഫീസിൽ നിന്ന് പോലും ഒരു ഉദ്യോഗസ്ഥനും വന്ന് ഈ കുടുംബത്തിന്റെ വിഷയം എന്താണ്, നിങ്ങൾ എന്തുകൊണ്ട് പരാതി നൽകി, അല്ലെങ്കിൽ ഇതിനകത്ത് ഈ കുടുംബത്തിന് ആശ്വാസമാകാനായി ഒരാൾ പോലും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം ഒരു സർക്കാർ സർവീസ് ജോലി ചെയ്തിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് കൃത്യമായി അറിയാം ഇതിനകത്ത് എന്തൊക്കെ നടപടിക്രമങ്ങൾ ഒരു സർക്കാർ സംവിധാനത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടി വരും എന്നുള്ളത്. പക്ഷേ അതിനകത്തൊക്കെ കടുത്ത നിരാശ ഒരു മാസമായി കുടുംബം അനുഭവിക്കേണ്ടി വന്നതിന് ശേഷമാണ് പ്രത്യക്ഷത്തിൽ ഇങ്ങനെ ഒരു കണ്ണീരോടുകൂടിയുള്ള ഒരു തുറന്നു പറച്ചിൽ ഈ പിതാവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അമ്മയും ബാക്കിയുള്ളവരുടെയൊക്കെ ഒരു സാഹചര്യം, അമ്മയുടെയൊക്കെ ഒരു അവസ്ഥ എന്താ? അമ്മയെ സംബന്ധിച്ച് വളരെ ശുഭപ്രതീക്ഷയോടുകൂടിയാണ് ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. കാരണം പുള്ളി ഭയങ്കര ഭക്തയാണ്. മകന് വേണ്ടി എല്ലാ മാസവും മുഖമ്മയിലൊരു ക്ഷേത്രത്തിൽ പോവുകയും ഗണപതി ഹോമം നടത്തുകയും അവൻ്റെ ഭാവി ശോഭനമാകുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളിൽ എല്ലാ മാസവും കൃത്യമായിട്ട് പോകുന്ന വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ ഈ എൻ്റെ ബന്ധുക്കൾ പലരും പല ഇടത്തും പോയി ഈ അന്ധവിശ്വാസമോ അല്ലാതെയോ എന്തായിക്കൊള്ളട്ടെ, പക്ഷെ അവരൊക്കെ നോക്കിയപ്പോഴത്തേക്ക് വിഷ്ണു ജീവിച്ചിരിപ്പുണ്ട്, അവൻ മടങ്ങി വരുമെന്നുള്ള നിലയിലുള്ള ഒരു സന്ദേശമാണ് അവൻ്റെ അമ്മയ്ക്ക് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വീട്ടിലെ കാര്യങ്ങളെല്ലാം സാധാരണഗതിയിൽ പുള്ളിക്കാരി ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഒരു നോർമൽ അവസ്ഥയിലേക്ക് വന്നു അല്ലേ? ഇങ്ങനെയൊക്കെ പ്രതീക്ഷയുടെ പേരിലാണ്. ഈ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് അമ്മ എവിടെ പോയി നോക്കിച്ചിട്ടും ബന്ധുക്കൾ എവിടെ പോയി നോക്കിയിട്ടും അവൻ ജീവിച്ചിരിപ്പുണ്ട്, അമ്മ തിരിച്ചു വരും. ആ ഒരു അവസ്ഥ എന്നാണ് അമ്മയുടെ പഴയ മാനസികാവസ്ഥ എന്ന് മാറി അമ്മ ഇപ്പോൾ ഒരു ജീവിതത്തിലേക്ക് അമ്മ വരുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് അമ്മ ഇപ്പോൾ നിൽക്കുന്നത്. ഈ വിഷ്ണുവിന്റെ മറ്റ് സാധന സാമഗ്രികളൊക്കെ ആരാണ് എത്തിച്ചത്? എനിക്ക് വല്ലാത്ത മോശമായ അവസ്ഥയായതുകൊണ്ട് എൻ്റെ ജ്യേഷ്ഠൻ്റെ മകനാണ് ഈ കാര്യങ്ങളെല്ലാം ഈ കുറേ നാളുകളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നെയാണ് അങ്ങോട്ട് ക്ഷണിച്ചത്. എന്നെയും ആരായിരുന്നു ക്ഷണിച്ചത്? ഇത് കപ്പൽ മാനേജ്മെന്റിൽ ഒരാളാണ്. എവിടെ ഈ കമ്പനിയുടെ ഇന്ത്യയിലെ ആസ്ഥാനം എവിടെയാണ്? ചെന്നൈയിലാണ്. ചെന്നൈയിൽ അതിന്റെ സ്ഥാപനത്തിന്റെ പേരെന്ന് പറയും? ഡെൻസായ് മറൈൻ. ഓക്കെ. അവരുടെ ഓഫീസിലേക്കാണോ വിളിച്ചത്? അവരുടെ ഈ ഡെൻസായ് മറൈനിന്റെ മാനേജിംഗ് കമ്മിറ്റിയിലെ ഒരാൾ റിട്ടയർഡ് ക്യാപ്റ്റനാണ് അശ്വിൻ തിരുവല്ലക്കാരനാണ്. അത് വളരെ പോസിറ്റീവായിട്ടാണ് നമ്മൾ ആദ്യം മുതലേ നമ്മളോട് പെരുമാറുന്നത്. പക്ഷെ അവരുടെ രീതികൾ അങ്ങനെ ആയിരിക്കാം, നമുക്കറിയില്ലത്. പക്ഷെ നമ്മളോട് വളരെ സൗമ്യമായിട്ടും വളരെ നല്ല രീതിയിലുമാണ് പെരുമാറുന്നത്. ഇവർ നൽകിയിട്ടുള്ള വിവരങ്ങൾ മാത്രമാണ് എൻ്റെ മകനെ സംബന്ധിച്ച് എനിക്ക് രേഖാമൂലമായിട്ടുള്ളത്. ശരി, തിരിച്ചു വരാം. ഏതായാലും ആ കുടുംബത്തിനൊപ്പം ശരണ്യയുണ്ട്. നമ്മൾ ആ വാർത്ത കൃത്യമായി തന്നെ അതിന് തൊട്ട് പുറകെ ഉണ്ട്, പരമാവധി ആളുകളുമായി ബന്ധപ്പെടുന്നുണ്ട്. ഈ വാർത്ത ഈ പരാതി നൽകിയ ആളുകളുടെ കണ്ണ് തുറപ്പിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ കൂടിയാണ് നമ്മൾ എന്നുള്ളതാണ്. ഈ വാർത്തയിലേക്ക് തന്നെ തിരിച്ചു വരാം വളരെ പെട്ടെന്ന് ഇടവേളയ്ക്ക് ശേഷം. കാണാതായ മകനെ കണ്ടെത്താൻ സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് ആലപ്പുഴ പുന്നപ്ര സ്വദേശി ബാബു. ഒഡീഷയിൽ നിന്ന് ചൈനയിലേക്ക് പോയ ചരക്ക് കപ്പലിലെ ട്രെയിനിയായ മകൻ വിഷ്ണുവിനെ യാത്രക്കിടെ കാണാതായത് ജൂലൈ 17-നാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ബാബുവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. നേരത്തെ നമ്മൾക്ക് ഒപ്പം സംസാരിച്ചിരുന്നു ബാബുവിനൊപ്പം ശരണ്യ സ്നേഹജൻ തുടരുന്നുണ്ട്. ശരണ്യ, ഈ കുടുംബം ഇനിയും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും അവരുടെ പുതിയ തീരുമാനം എന്നുള്ളത് ഹേബിയസ് കോർപ്പസുമായി ഹൈക്കോടതിയെ സമീപിക്കുക, അതായത് എവിടെയാണ് മകൻ എന്ന് സ്വാഭാവികമായും ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ടാകും ഈ ഹർജിയുമായി മുന്നോട്ട് പോകുമ്പോൾ. അതിന്റെ പ്രതീക്ഷയിലാണോ, അല്ലാതെ മറ്റെന്തെങ്കിലും നീക്കങ്ങൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ടോ? ഇല്ല, അതിനകത്ത് രഞ്ജിത്ത് ഇവരൊരു പ്രതീക്ഷ, നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിലെ ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ് ഈ കുടുംബം. അതുകൊണ്ട് തന്നെ എത്രയും വേഗം അവർക്കൊരു മറുപടി ലഭ്യമാകണമെന്നുള്ള ഒരു സാഹചര്യം ഇവരുടെ മുന്നിലേക്ക് എത്തിയത് കൊണ്ട് തന്നെയാണ് അവർ കോടതിയെ സമീപിക്കുന്നത്. ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് ഹേബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്തുകൊണ്ട് മകൻ എവിടെ എന്നുള്ളതിന്, അല്ലെങ്കിൽ മകൻ എന്ത് സംഭവിച്ചു എന്നതിനുള്ള ഒരു ഉത്തരം കണ്ടെത്തിയേ മതിയാകൂ എന്നുള്ള ഒരു നിയമ പോരാട്ടത്തിലേക്ക് കുടുംബം കടക്കുവാണ് അല്ലേ? ഇനിയിപ്പം അടുത്ത ഒരു നടപടി എന്താണ്? അതെ, നമ്മുടെ പ്രതീക്ഷകൾ അധികാരികളിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും സഹായം കിട്ടും എന്നുള്ള എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നാളെ ഹൈക്കോടതിയിൽ
എൻ്റെ മകനെ എങ്ങനെയാണ് മകന് ഈ തരത്തിൽ ദുരിതം അല്ല കാണാതായതെന്നുള്ള നിലയിൽ അവന് എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടി ഒരു പിതാവെന്നുള്ള നിലയിൽ എനിക്കതിനുള്ള അവകാശമുണ്ട്. ഒരു ഇന്ത്യൻ പൗരനാണ് എൻ്റെ മകൻ. അങ്ങനെയുള്ള ഒരു പൗരന് കിട്ടേണ്ട കടമ പോലും വേണ്ടപ്പെട്ട അധികാരികളിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്നുള്ളത്, എനിക്കും കിട്ടിയിട്ടില്ല എന്നുള്ളത് ഒരു ദുഃഖസത്യമാണ്. അതുകൊണ്ട് ഞാൻ കോടതിയെ സമീപിക്കുകയാണ്. ഹൈക്കോടതിയിൽ നിന്നെങ്കിലും എനിക്ക് നീതി കിട്ടും എന്നുള്ള വിശ്വാസമാണ്, ശുഭാപ്തി വിശ്വാസമാണ് എനിക്കുള്ളത്. അതെ, അതാണ് അവരെ ഇനി കോടതിയിലേക്കാണ് പോകുന്നത്. ഈ KC വേണുഗോപാൽ വന്നിരുന്നു, ശോഭാ സുരേന്ദ്രൻ വന്നിരുന്നു, H. സലാം, അങ്ങനെ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും വന്നു. പക്ഷെ ഇവരുടെയൊക്കെ ഒരു ഇടപെടൽ എങ്ങനെയായിരുന്നു? ഇടപെടൽ പിന്നീട് നമുക്കതിനെ സംബന്ധിച്ച് വ്യക്തതയില്ല. ഞാൻ പിന്നെ കേസി ഇടപെട്ടിരുന്നു. അദ്ദേഹം പിന്നെ സിംഗപ്പൂർ ഹൈക്കമ്മീഷണറുമായിട്ട് ബന്ധപ്പെട്ടു, കേന്ദ്ര ഷിപ്പിംഗ് മിനിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടു. അതനുസരിച്ച് അദ്ദേഹത്തിന് അതനുസരിച്ചുള്ള രേഖാമൂലമുള്ള മറുപടിയും നമുക്ക് മറുപടി കിട്ടിയെന്താ? മറുപടി ഇപ്പോൾ ഷിപ്പിംഗ് മിനിസ്റ്ററുടെ ഒരു മറുപടിയാണ് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. അതിൽ വലിയ പ്രതീക്ഷിക്കേണ്ടെന്നുള്ള നിലയിൽ ഉള്ള ഒരു സൂചന നൽകുന്ന ഒരു മറുപടി മാത്രമാണ്, അല്ലാതെ വേറെ ഒന്നും അതിനകത്ത് പറയുന്നില്ല. എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ ഇതിന്റെ അന്വേഷണം നടത്തുമെന്നോ അങ്ങനൊന്നും പറയുന്നില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് 17-ാം തീയതി രാത്രി 9 മണിയോടെ ഈ അച്ഛനെ ബന്ധപ്പെട്ടതാണ് മകൻ. വളരെ സന്തോഷത്തോടു കൂടി വിഷ്ണു സംസാരിച്ചു എന്നുള്ളതാണ് ഈ പിതാവ് പറയുന്നത്. വീട് നിർമ്മാണമൊക്കെ, അതായത് 8 മാസം കഴിഞ്ഞ് തിരിച്ചു വരും. അപ്പോൾ വീടിന്റെ പുതുക്കി പണിയുന്ന അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അത്ര പോസിറ്റീവായി സംസാരിച്ച ഒരാളാണ്. വൈകിട്ട് എത്ര മണിക്ക് സംസാരിക്കുന്നത്? ഞാൻ എൻ്റെ ചെറിയ ഷോപ്പുണ്ട്, അവിടെ ഒരു 9:30 ആയപ്പോഴത്തേക്കാണ് അവൻ എന്നെ വിളിക്കുന്നത്. രാത്രി അല്ലേ? അവിടെ 9:30, ഇവിടെ 7:05 ആയി. 7 മണി കഴിഞ്ഞ്. അപ്പോൾ അവന് അച്ഛൻ എന്തുണ്ട് വിശേഷം, അച്ഛാ സ്ഥാപനമൊക്കെ എങ്ങനെ പോകുന്നു എന്നെല്ലാം സാധാരണഗതിയിൽ ചോദിക്കുന്ന വളരെ പ്ലസന്റ് ആയിട്ടാണ് അവൻ എന്നോട് സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞിട കുഴപ്പമില്ല, നല്ല രീതിയിലാണ് പോകുന്നത്. അപ്പം ഈ ലോട്ടറി ഈ ഹോൾസെയിൽ പരിപാടിയാണ്. അപ്പോൾ നറുക്കെടുപ്പിനെ കുറിച്ചും അതിന്റെ പ്രൈസിനെ കുറിച്ചും ഒക്കെ അവൻ ചോദിച്ചു. വളരെ പ്ലസന്റ് വളരെ പ്ലസന്റ് ആണ്. അവന്റെ ഭാവത്തിലൊരു, അല്ലെങ്കിൽ അവന്റെ മനസ്സിൽ എന്തെങ്കിലും വികലുണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അപ്പം മനസ്സിലാവും. അത്ര അറ്റാച്ച്മെന്റ് ആണ് മകൻ. ഞാനൊരു കൂട്ടുകാരനെ പോലെയാണ് അവനെ കൊണ്ടു നടന്നിട്ടുള്ളത്, അവനെ വളർത്തി വലുതാക്കിയിട്ടുള്ളത്, അവനെ ആളാക്കിയതുമല്ല. എല്ലാം ഒരു സുഹൃത്ത് എന്നുള്ള നിലയിലാണ് ഞാൻ എൻ്റെ പ്രോഗ്രാമിലൊക്കെ, അല്ലെങ്കിൽ എനിക്ക് എവിടെയൊക്കെ പോകുന്നുണ്ട് ഞാൻ അവിടെയൊക്കെ അവനുണ്ടെങ്കിൽ കൊണ്ടുപോകാറുണ്ട്. ഇപ്പം ഞങ്ങളുടെ ഈ കോളേജിന്റെ അശോകൻ ഉൾപ്പെടെ പങ്കെടുത്ത ഗെറ്റ് ടുഗദറിൽ ഈ കഴിഞ്ഞ 3 വർഷമായി ഇപ്പം അദ്ദേഹം പറഞ്ഞു വിഷ്ണുവായിട്ട് നല്ല പരിചയമുണ്ട്, നിങ്ങൾ അവരൊരുമിച്ച് കോളേജിന്റെ ഗെറ്റ് ടുഗദറിലും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതെ, അതിനുശേഷം ഏറ്റവും അവസാനം നമ്മുടെ പിന്നെ കൂടെ പഠിച്ച ഒരാളിന്റെ മകളുടെ കല്യാണത്തിന് പോലും ഏറ്റവും അവസാനം എന്നോടൊപ്പം വന്നതാണ്. ഞാൻ ചോദിക്കുന്നത്, ഇവരെ എന്താണ് കപ്പലിൽ നിന്നുള്ള നിങ്ങൾക്ക് രാവിലെ വരുന്ന ഇൻഫർമേഷൻ എന്താ? രാവിലെ ഒരു 10 മണി, നമ്മുടെ ഇന്ത്യൻ സമയം ഒരു 10 മണി കഴിഞ്ഞപ്പോഴത്തേക്കാണ് അതിന്റെ 2 മുൻ ക്യാപ്റ്റന്മാരാണ്, അവരുടെ ഇതിന്റെ സംഘടനയുടെ അതിന്റെ പിന്നെ മെയിൻ കക്ഷികളാണിപ്പോൾ. അവർ 2 പേരും റിട്ടയർഡാണ്, അതിന്റെ ഡയറക്ടർ ബോർഡ് മെമ്പർമാരാണ്. കോൺഫറൻസ് കാളിലാണ് ഈ കമ്പനിയുടെ ഒരാൾ ഗണേശാണ്. ഗണേശും പിന്നെ തമിഴനാണ്, മറ്റേ പുള്ളി അശ്വൻ മലയാളിയുമാണ്. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറയുന്നത്, മകനെ ഈ രാവിലെ അവൻ ഡ്യൂട്ടിക്ക് ഹാജരായില്ല. കേട്ടപ്പോൾ തന്നെ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അവൻ വല്ല കുരുത്തക്കേടും കാണിച്ചു. അപ്പോൾ മകൻ, ഞാൻ പറഞ്ഞു എന്ത് പറ്റി? അല്ല, അവന് ഞങ്ങളിപ്പോൾ 2 മണിക്കൂറായിട്ട് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവൻ ഡ്യൂട്ടിക്ക് ഹാജരായില്ല, അവന് കാണുന്നില്ല എന്നുള്ള പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ സർവ്വസംഘം ആകെ ഞാൻ തളർന്ന് വല്ലാത്തൊരവസ്ഥയിലായി. അപ്പോൾ പിന്നെ ഉടൻ തന്നെ ഞാൻ എൻ്റെ ചേട്ടൻ്റെ മോനെ ശ്യാമനെ വിളിച്ചിട്ട് അവന് നമ്പർ കൊടുത്തു. അവർക്ക് നമ്പർ കൊടുത്തിട്ട് പിന്നെ അവനുമായിട്ടാണ് വിളിക്കുന്നത്, അവനുമായിട്ടാണ് കോൺടാക്റ്റ് എല്ലാം. പിന്നെ അപ്പോഴത്തേക്ക് എനിക്ക് സംസാരിക്കാൻ പറ്റാത്തൊരു അവസ്ഥയായി. കാരണം നമുക്ക് അവിശ്വസനീയമായ ഒരു വാർത്തയാണ് കേൾക്കുന്നത്. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു തലേ ദിവസം വളരെ ഹാപ്പിയായിട്ട് സംസാരിച്ചു പോയ മകൻ, സാമാന്യം ഭേദപ്പെട്ടൊരു ജോലി കരസ്ഥമാക്കിയിട്ട് വലിയ സ്വപ്നങ്ങളുമായിട്ട് ഒക്കെ അച്ഛനും അമ്മയുമായിട്ടൊക്കെ ഷെയർ ചെയ്ത് പോകുന്ന മകൻ, പിറ്റേ ദിവസം രാവിലെ അവനെ കാണുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കുള്ള, അവൻ കപ്പലിൽ നിന്നാണ് കാണുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കുള്ള ആ വേദന, അത് എങ്ങനെ താങ്ങാൻ പറ്റുക? എന്നിട്ട് അവർ തന്നെ പറഞ്ഞു, ഞങ്ങൾ വേണ്ട സഹായങ്ങളെല്ലാം ചെയ്യാം, ഞങ്ങൾ വേണ്ടപ്പെട്ട അധികാരികളെല്ലാം അറിയിച്ചിട്ടുണ്ട്, അന്വേഷണം തുടരുകയാണ്, ശുഭാപ്തി വിശ്വാസത്തോടുകൂടിയാണ് ഞങ്ങൾ പോകുന്നത്, അവനെ കണ്ടെത്താൻ വേണ്ടിയുള്ള എല്ലാ വഴികളും ഞങ്ങൾ തിരയും. അപ്പം ചേട്ടൻ്റെ മോൻ ചോദിച്ചു ഞങ്ങളിനി എന്താ ചെയ്യേണ്ടത്? അത് ഒരു ഇൻ്റർനാഷണൽ ഇഷ്യൂ ആയതുകൊണ്ട് സാധാരണഗതിയിൽ സ്വാഭാവികമായിട്ട് അത് ഇന്ത്യൻ എംബസി വഴി, കേന്ദ്ര ഗവൺമെൻറ് വഴി സംസ്ഥാനത്ത് അറിയും കാര്യങ്ങൾ, അതുവഴി ലോക്കൽ പോലീസ് വരെ അറിഞ്ഞിട്ട് വിവരങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ അറിയും എന്ന് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ബന്ധപ്പെടുന്നെങ്കിൽ പെട്ടോ, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള നിലയിലാണ് അവർ പറഞ്ഞത്. അവർ സാധാരണഗതിയിലുള്ള പ്രൊസീജിയർ അനുസരിച്ചാണ് പറഞ്ഞത്. അതിനുശേഷം പിന്നെ ഇവർ ബന്ധപ്പെടുന്നുണ്ടോ? പിന്നെ അവർ നിരന്തരമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്.
അവർ വളരെ വളരെ നമ്മളോട് ആത്മാർത്ഥതയോടുകൂടിയാണ്, വളരെ പോസിറ്റീവായിട്ടാണ് എല്ലാ സഹായങ്ങളും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. എന്ത് വേണേലും എപ്പോൾ വേണേലും വിളിച്ചു, ഏത് പാതിരാത്രിയിൽ വേണേലും വിളിച്ചു. പറഞ്ഞതുപോലെ രാജ്യത്തിന് പുറത്ത് നടന്നൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ വിവിധ ഈ കേന്ദ്ര സർക്കാരിന്റെ ഒരു ഇടപെടൽ തന്നെയാണ് ഇതിനകത്ത് കൃത്യമായി വേണ്ടത്. അതിനകത്ത് തന്നെ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് മേലൊരു സമ്മർദ്ദം ചെലുത്തുകയും വേണം. അത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ കുടുംബം പറയുന്നത്. അത്തരത്തിൽ വളരെ ഗൗരവത്തോടു കൂടി ഈ വിഷയം അവിടെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യം, അതായത് സംസ്ഥാനം കേന്ദ്രത്തോട് ഈ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. ആ പ്രൊസീജിയേഴ്സ് കൃത്യമായി നടന്നില്ല എന്നുള്ളതാണ് ഈ അച്ഛൻ ദുഃഖത്തോടു കൂടി പറയുന്നത്. അതിനുള്ള ഇടപെടൽ ഇനിയെങ്കിലും വേണമെന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിൽ അല്ലെങ്കിൽ ഇത് കേന്ദ്ര സംസ്ഥാന സർക്കാർ സംവിധാനങ്ങളിൽ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം അവസാന ഗതികെട്ട സാഹചര്യത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് നീങ്ങാൻ പോകുന്നത്, അല്ലേ? അതെ 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 നമുക്കിനി പ്രതീക്ഷ കോടതിയിൽ മാത്രമാണ്. മറ്റ് ഒരിടങ്ങളിൽ നിന്നും നമുക്ക് ഒരു ഫോൺ കോൾ പോലും ഇതുവരെ വരാത്തിടത്തോളം കാലം ഇനി എനിക്കൊരു പ്രതീക്ഷയുമില്ല. അധികാര കേന്ദ്രങ്ങൾ നമ്മുടെ കൂടെ നിൽക്കും, എൻ്റെ കൂടെ നിൽക്കും, അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പം നിൽക്കും, കുടുംബത്തെ ചേർത്ത് പിടിക്കും, സഹായിക്കും, സഹകരിക്കും, ഒരു വിശ്വാസം എനിക്കില്ല. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇതിൽ ഇടപെടും എന്നുള്ള വലിയൊരു പ്രതീക്ഷയിലാണ് നാളെ ഈ ഹർജി കൊടുക്കുന്നത്. നഷ്ടപ്പെട്ടു പോയത് ഒരു മാസക്കാലമാണ് രഞ്ജിത്ത്. അതായത് ഈ കൃത്യമായ ഒരു അന്വേഷണം നടക്കേണ്ട സമയം മുഴുവൻ പാഴാക്കിക്കൊണ്ട് ഒരു മാസത്തോളം ഈ വിഷയത്തെ തള്ളിക്കൊണ്ടുപോയി എന്ന ഗുരുതരമായ അനാസ്ഥ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് വളരെ കൃത്യമാണ്. അതായത് ഒരു വില്ലേജ് ഓഫീസിൽ നിന്ന് ജില്ലാ കളക്ടർക്ക് തൊട്ട് മുഖ്യമന്ത്രിക്ക് വരെ പരാതി നൽകിയ ഈ കുടുംബത്തിന് ഒരു വില്ലേജ് ഓഫീസിൽ നിന്ന് പോലും എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിച്ചുകൊണ്ട് ഒരു ഫോൺ കോളോ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനോ ഈ വീടിന്റെ പടികടന്ന് എത്തിയിട്ടില്ല എന്നുള്ളത് വളരെ ദയനീയമായി അവർ പറയുകയാണ്. ആ ഒരു കണ്ണീര് നമ്മുടെ സംവിധാനങ്ങൾ കാണാതെ പോകരുത്. പ്രത്യേകിച്ച് നമുക്കറിയാം കേരളത്തിന്റെ മനസ്സൊന്നടങ്കം അർജുനെ പോലെയുള്ള ഒരാളെ കാണാതായപ്പോൾ കേരളം ഒന്നടങ്കം ആ വ്യക്തിക്ക് വേണ്ടി അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരന് വേണ്ടി കണ്ണീരോടുകൂടി അന്വേഷണം നടത്തി കാത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ സമാനമായ സാഹചര്യത്തിലാണ് ഈ അച്ഛനും അമ്മയും ഇവിടെ വേദന നിറഞ്ഞ് ഇരിക്കുന്നത്. ഒരു മറുപടി പറയാൻ അകത്തേക്ക് കയറി സ്വന്തം ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ആ വിഷ്ണുവിന്റെ അമ്മയ്ക്ക് ഒരു മറുപടി നൽകാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ നിസ്സഹായനായ ഒരു പിതാവാണ് ഇത്. അദ്ദേഹം മുൻ സർക്കാർ ഉദ്യോഗസ്ഥൻ കൂടിയാണ് എന്നുള്ളത് ഓർക്കണം. ഒരുപാട് പൊതുജനങ്ങൾക്ക് സേവനം നൽകിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. പൊതു രാഷ്ട്രീയ രംഗത്ത് ഉണ്ടായിരുന്ന ആളാണ്, പൊതുപ്രവർത്തന രംഗത്ത് ഉണ്ടായിരുന്ന ആളാണ്. എന്തൊക്കെ ഇടപെടൽ ഒരു രാഷ്ട്രീയ സംവിധാനങ്ങൾക്കും സർക്കാരിനും ചെയ്യാൻ കഴിയുമെന്ന് കൃത്യമായ ധാരണയുള്ള ഒരു പിതാവാണ്. ആ പിതാവാണ് കടുത്ത നിരാശയോടുകൂടി നമ്മളോട് കാര്യങ്ങൾ തുറന്നു പറയുന്നത്. ആ കുടുംബത്തിനൊപ്പം ചേർന്ന് നീതി വേണം ആ കുടുംബത്തിന്. ബന്ധപ്പെട്ടവർ അവരുടെ സങ്കടം കേൾക്കണം. നമ്മൾ അർജുനായൊക്കെ നമ്മുടെ കേരളം ഒരുപാട് പ്രാർത്ഥിച്ചതാണ്, ഒരുപാട് തിരച്ചിലിൽ പങ്കാളികളായവരാണ്. അതേ ആർജവത്തോടുകൂടി ഈ പുന്നപ്രയിലെ കുടുംബത്തിനൊപ്പവും നമ്മുടെ ബന്ധപ്പെട്ടവർ അധികാരികൾ നിൽക്കണം. കുറഞ്ഞപക്ഷം ആ കുഞ്ഞിന് എന്ത് സംഭവിച്ചു, ആ മകന് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ പോലും ഒരു വ്യക്തത വരാൻ തയ്യാറാകണം എന്നുള്ളതാണ് അഭ്യർത്ഥിക്കാനുള്ളത്. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം.